അയ്യോന്ന് പറഞ്ഞ ഞാനല്ല പ്രേമ. ഏറ് കൊണ്ടില്ലല്ലോ അപ്പോ. ആണല്ലേ? അപ്പൊ ആ കൈയൊന്ന് പൊക്കി. എന്തിനാ? അല്ല, പരിക്കിന്റെ ഒരു ഗുണനിലവാരമൊക്കെ അളക്കണമല്ലോ, അതിനാ. ഓ, ഒന്ന് പൊക്കി കാണിച്ചു കൊടുക്കുമനെ. നീ കളരിയാണെന്ന് എനിക്കല്ലേ അറിയാവൂ. അയ്യോ മോനെ, കഷ്ടം, ഇടിച്ച് ഞൊറുക്കിയല്ലേ? അവർക്ക് ഭ്രാന്തല്ലേ? എന്നാലും നിന്നോട് ഇത്രയും ദേഷ്യം വരാൻ എന്താ കാരണം? എനിക്കങ്ങനെ അറിയാം. സത്യം പറയുന്നവരെ അല്ലെങ്കിലും പണ്ട് തൊട്ടേ ഭ്രാന്തന്മാരായി ചിത്രീകരിക്കുന്ന ഒരു പതിവുണ്ട്. ഇത് ചിത്രീകരിച്ചല്ല, അവർക്ക് ശരിക്കും വട്ട. ചക്ക എടുത്ത് കാണിച്ച മാങ്ങാന്ന് പറയും. എന്തായാലും കിട്ടിയപ്പോ നിനക്കിട്ട് തന്നെ കിട്ടി, അതില് സന്തോഷമുണ്ട് കേട്ടോ. ഓ, അങ്ങനെ ഒരു തല്ല് നിന്നെ തല്ലണമെന്ന് എത്ര കാലമായിട്ട് വിചാരിക്കുന്നു. എന്തായാലും പ്രേമിച്ചയ്ക്ക് അതിന് കഴിഞ്ഞല്ല, നല്ല കാര്യം. ഭ്രാന്തായതുകൊണ്ടാ, അല്ലെങ്കിൽ തിരിച്ചടിച്ചാലേ ഞാൻ. അല്ല, എവിടെ? എന്ത് ടൈല്? നീ പറഞ്ഞിട്ട് അതിട്ട് കുളിച്ചില്ലാന്ന് വേണ്ട. ഓ, പിടിക്കണോ മോനെ? ചേച്ചിയുടെ അവസ്ഥ ഓരോ ദിവസം കഴിയുന്തോറും മോശമായിട്ട് വരുവാണല്ലോ അച്ഛാ. ഇതിങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ എവിടെ ചെന്ന് നിൽക്കും? പറയുന്നതുകൊണ്ട് വിഷമമൊന്നും തോന്നരുത്. പ്രേമ ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നതായിരിക്കും നല്ലത്. അതൊക്കെ വേണോ? അതിന് മാത്രം പ്രശ്നമുണ്ടോ അവക്ക്? ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നത് കൊണ്ട് തെറ്റില്ലല്ലോ അച്ഛാ. മരുന്നൊന്നും കഴിക്കണ്ട, എന്താ അവസ്ഥയെന്നൊന്നും അറിയാലോ. എന്റെ മനസ്സിപ്പോഴും പറയുന്നത് അവൾ ശരിയാവുമെന്ന് തന്നെയാ. ശരിയാണ്, ഇപ്പൊ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സാവധാനം മാറിക്കൊള്ളും. അങ്ങനെയല്ല അച്ഛാ, ചികിത്സ കൊടുക്കാൻ വൈകിയ അത് പിന്നെ പല പ്രശ്നങ്ങളുണ്ടാക്കും. മനസ്സ് പൂർണ്ണമായിട്ടും കൈവിട്ട് പോയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? തക്ക സമയത്ത് ചികിത്സിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് നമുക്ക് നാളെ കുറ്റബോധം തോന്നരുതല്ലോ. അതിനുവേണ്ടിയെങ്കിലും നമുക്കൊരു ഡോക്ടറെ കാണിക്കുന്നത് നന്നായിരിക്കും. ഇപ്പൊ കൊടുത്തിരിക്കുന്ന മരുന്നൊക്കെ പ്രേമ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട്. അത് പോരെങ്കിൽ പുതിയതായിട്ട് കാണിക്കുന്ന ഡോക്ടർ പറയുമല്ലോ. ചന്ദ്രയോടാണ് അവൾക്ക് ദേഷ്യം മുഴുവൻ. അവർ തമ്മിൽ ഒരു ഐക്യവുമില്ല. അതാ ചന്ദ്രയുടെ കുഴപ്പമുണ്ട് തന്നെയാ സംഭവിക്കുന്നത്. നോക്കുന്നത് ഒരു രോഗിയാണെന്നുള്ള വിചാരം അവൾക്കുണ്ടാവണ്ടേ? അവൾക്ക് ചേച്ചിയെ ഇഷ്ടമല്ല, സ്വാഭാവികമായിട്ടും ആ ഇഷ്ടക്കേട് ചേച്ചിക്ക് ഉണ്ടാവുമല്ലോ. ശരി, എന്താണെന്ന് വെച്ചാ നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചോ. എനിക്കെന്റെ പഴയ മോളെ തിരിച്ചു കിട്ടണം, എനിക്കത്രയേ ഉള്ളൂ. അതിന് ഡോക്ടറെ കാണിക്കുകയോ മരുന്ന് കഴിക്കുകയോ എന്താണെന്ന് വെച്ചാ ചെയ്തോ, ഞാനെതിരല്ല. അച്ഛാ, എല്ലാം നല്ലതിന് വേണ്ടിയാണെന്ന് വിചാരിക്കുക. ചേച്ചി എത്രയും വേഗം പഴയ ആളാക്കി മാറ്റിയെടുക്കണ്ടേ നമുക്ക്? അതിനു വേണ്ടിയാണെന്ന് വിചാരിക്കുക. എന്റെ പ്രേമ പഴയതുപോലെ ആവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അച്ഛാ. അതിന്റെ വേഗം ഒന്ന് കൂട്ടാന്ന് വിചാരിച്ച സൈക്കാട്രിസ്റ്റിനെ കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളത് തീരുമാനിക്കുന്നു. ഡോക്ടർ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. അത് മതി.
എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇനി ഇരുന്നാ വൈകിപ്പോ. തന്നെയല്ല നല്ല ക്ഷീണമുണ്ട്.